ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് ബ്യൂട്ടി ഓഫ് നേച്ചർ. ഞാൻ സീമ. ഇന്ന് എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ മാവിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് പൊട്ടിച്ചെടുത്തതാണ്. ഇത് നല്ല വൃത്തിയിൽ കഴുകി തുടച്ച് വെള്ളമൊക്കെ തുടച്ചിട്ട് എടുത്തതാണിത്. ഇത് ഈ കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ടി പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഞെട്ടി കളയാതെ പൊട്ടിച്ചെടുക്കണം. ഞെട്ടിയോട് കൂടിയിട്ട് വേണം അച്ചാറിടാനായിട്ട്. അതുപോലെ ചതഞ്ഞത് അങ്ങനെയുള്ളതൊന്നും ഇടരുത്. ഇത് നല്ല വൃത്തിയിൽ കഴിയും. നല്ലപോലെ വെള്ളം തുടച്ച് കളഞ്ഞ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് വെള്ളം തുടച്ച് കളഞ്ഞതിന് ശേഷം ഇത് അച്ചാറിടാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ: ഇത് കടുക് ചതച്ചത്, ഇത് ഉലുവ വറുത്ത് പൊടിച്ചത്. ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചതാണ്. കായം വറുത്ത് പൊടിച്ചത്. കായം പൊടി നമ്മൾ മേടിക്കുന്നതിലും നല്ലത് പൊടിക്കാത്ത കായം മേടിച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇത് അങ്ങനെ ചെയ്തതാണ്. ഡ്രൈ റോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാനിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കായം പൊട്ടിച്ചിട്ട് കൊടുത്ത് ചെറിയ തീയിൽ അത് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഉപ്പ്, പിന്നെ ഇനി വേണ്ടത് മുളക് പൊടി ആണ്. ഇനി നമുക്കിത് എങ്ങനെയാ പാചകം ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ നമ്മൾ എത്ര മാങ്ങയാണോ എടുക്കണേ അത് മൂടി കിടക്കത്തക്ക രീതിയിൽ എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് മുളക് പൊടി ഉപ്പും ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. ഇതിപ്പം ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമുക്ക് പോരായിക തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, 2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർക്കുക. ഇനി അടുത്തത് ചേർക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം. കുപ്പിയോ ഭരണിയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഞാനിത് വലിയൊരു കുപ്പി എൻ്റെ കയ്യിലുണ്ട്. ആ കുപ്പി തിളച്ച വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തതാണ്. ആ കുപ്പിയിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങ വെള്ളം നല്ലപോലെ തുടച്ചതാവണം. അതുപോലെ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഞെട്ടി പൊട്ടിച്ച് കളയരുത്. നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം നമ്മൾ അച്ചാറിടാൻ എടുക്കുന്നത്. അത് ഏത് അച്ചാറാണെങ്കിലും തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കഴുകി ഉണക്കിയ പാത്രത്തിൽ മാത്രമാണ് അച്ചാറിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കും. ഇതിപ്പം മാങ്ങ ഇത് കുപ്പി നിറച്ചിടാനുള്ള മാങ്ങയില്ല, എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉള്ളത് കിട്ടിയത് അച്ചാറിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടാനുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഇത് കേടുവരില്ല. എത്ര നാളിരുന്നാലും ഈ മാങ്ങയ്ക്ക് ടേസ്റ്റ് കൂടി വരികയുള്ളൂ, ഇത് കേടുവരില്ല. ഇതിപ്പോൾ ഈ കുപ്പി നിറച്ചിടാനില്ല, ഒരു 3/4 ഭാഗമുള്ളൂ. മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ചൂടാകാൻ വെച്ച വെള്ളം ഒഴിക്കാം. മാങ്ങയുടെ മുകളിൽ വെള്ളം കിടക്കണം.
2 ദിവസം കഴിയുമ്പോഴേക്കും ഈ മാങ്ങയൊക്കെ ചുങ്ങി തുടങ്ങും. 2 ദിവസം കഴിയുമ്പോഴേക്കും ചുങ്ങി തുടങ്ങും. ചുങ്ങുമ്പോൾ വെള്ളം മുകളിലേക്ക് വന്നു തുടങ്ങും. ഇനിയിപ്പോൾ വെള്ളം നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളം തികഞ്ഞില്ലെങ്കിൽ വേറെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടാറിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ചൂട്ടോട് കൂടിയിട്ട് യാതൊരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്തതാണ്. പൊടി നേരിട്ടിട്ട് കൊടുക്കാതെ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ ആ പൊടിച്ച പൊടികളിലുണ്ടെങ്കിൽ അത് ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ആ ബാക്ടീരിയയൊക്കെ ചത്തുപൊക്കോളും. നമ്മൾ പൊടി നേരിട്ടിടുമ്പോൾ എന്തെങ്കിലും ബാക്ടീരിയ അതിലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. ഇതിനി നമ്മൾ ഇപ്പം ഇതിലേക്ക് നമ്മൾ ചേർത്തത് ഉപ്പ്, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക് ചതച്ചത്. കടുക് ചതച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കടുക് ഒരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചതഞ്ഞ് കിട്ടും. കൂടുതൽ പൾസ് ചെയ്ത് അത് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകരുത്. അതിൻ്റെ തൊലി പൊട്ടി പരിപ്പും തൊലിയായിട്ട് സെപ്പറേറ്റ് ആവാനേ പാടുള്ളൂ. നമുക്ക് കടുക് പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അത് തൊലി ഇല്ലാതെയാണ് കിട്ടുന്നത്. ഈ കടുകിൻ്റെ തോടോട് കൂടിയിട്ട് നമുക്ക് ചതച്ചെടുത്താലാണ് അച്ചാറിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മാങ്ങ കിട്ടുകയാണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കാൻ നോക്കുക. അതിനനുസരിച്ച് മാങ്ങയുടെ അളവ് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുക. ഇതിനി അടച്ച് നല്ല പോലെ മുറുക്കി ടൈറ്റുള്ള അടപ്പിട്ട് അടച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഈ അച്ചാർ സൂപ്പറായിട്ടുണ്ടാവും. എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അച്ചാർ വെച്ചിരിക്കാൻ പറ്റും. കേടുവരില്ല. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അച്ചാർ കേടുവരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.